2 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരണം. ആ 100 സീറ്റുകളിൽ ഒരെണ്ണം കൊട്ടാരക്കരയായിരിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലും നമുക്കത് പുറകോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് 100 സീറ്റ് വിജയിക്കുമ്പോൾ ആ 100 സീറ്റിൽ ഒരു സീറ്റ് കൊട്ടാരക്കര ആയിരിക്കും എന്ന് വിളിച്ചറിയിക്കുന്ന ഉജ്ജ്വലമായ റാലിയോടുകൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ത്രിവർണ്ണ പതാകയുമേന്തി ശ്രീമതി ഐഷ പോറ്റിക്ക് സ്വീകരണം നൽകിക്കൊണ്ട് ഇവിടെ എത്തിച്ചത്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും കൊട്ടാരക്കര കണ്ടിട്ടില്ലാത്ത അതിജ്വലമായ റാലി. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയും പ്രവർത്തകരും സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ അണിനിരന്ന ഒരു റാലി. കൊട്ടാരക്കര പട്ടണത്തെ മൂവർണ്ണ കടലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ നടന്നു നീങ്ങി. ശ്രീമതി ഐഷ പോറ്റിയെ വരവേൽക്കുവാൻ വേണ്ടി ഈ കൊട്ടാരക്കര ടൗണിന്റെ ഇരുവശത്തും തടിച്ചുകൂടിയ ജനങ്ങൾ അവർ നൽകിയ ആവേശകരമായ അഭിവാദ്യങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലെ സാധാരണക്കാരുടെയിൽ, ഈ നിയോജകമണ്ഡലത്തിലെ സ്ത്രീകളുടെ മനസ്സിൽ എത്രമാത്രം സ്ഥാനം പിടിച്ചു പറ്റിയ നേതാവാണ് അഡ്വക്കേറ്റ് ഐഷ പോറ്റി എന്ന ഇന്നത്തെ സ്വീകരണത്തിലൂടെ തെളിഞ്ഞിരിക്കുക. കഴിഞ്ഞ 15 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിന്റെ ജനപ്രതിയായി MLA ആയി പ്രവർത്തിച്ച അവർ ഈ നാടിന്റെ സമഗ്രമായ വികസന നേതൃത്വം നൽകുകയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എപ്പോഴും അവരുടെ ഒരു സഹോദരിയായി, അവരുടെ ഒരു വീട്ടു കുടുംബാംഗമായി ഒക്കെ അവരോടൊപ്പം ഉണ്ടായി. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരോടും സ്നേഹവും എല്ലാവരുടെ ബഹുമാനവും ആദരവും വെച്ച് പുലർത്തിയ ശ്രീമതി ഐഷ പോറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുക. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത ആ ദിവസം മുതൽ ഇന്നേ വരെയും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആദരവ്, കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന്, ബഹുജനങ്ങളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആദരവും പിന്തുണയും ഒരുപക്ഷെ സമാനതകളില്ലാത്തതാണ് എന്ന കാര്യത്തിൽ ആരും സംശയമില്ല. അതുകൊണ്ട് തന്നെ ശ്രീമതി ഐഷ പോറ്റിയെ ഇടതുപക്ഷം ഭയക്കുകയാണ്. അവരുടെ ബോർഡ് കാണുമ്പോൾ, അവരുടെ പോസ്റ്റർ കാണുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പലയിടത്തും വെച്ച പോസ്റ്ററുകൾ കീറി, പലയിടത്തും വെച്ച ബോർഡുകൾ അത് പലയിടത്തും ഉമ്മന്നൂര് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നശിപ്പിച്ചു. പിന്നെ അവർ അവസാനം ചെയ്തത് എന്താണ്? ഐഷ പോറ്റിയുടെ പടം എവിടെ ഇരിക്കുന്നു, ഐഷ പോറ്റിയുടെ ബോർഡ് എവിടെ ഇരിക്കുന്നു, അവിടെ ധനകാര്യമന്ത്രിയുടെ ഒരു പടവും കൂടി കൊണ്ടുവച്ചിരിക്കുക. അങ്ങനെ ഐഷ പോറ്റിയുടെ പടത്തിന്റെ അല്ലെങ്കിൽ ബോർഡിന്റെ അടുത്ത് ധനകാര്യമന്ത്രിയുടെ പടം വെച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല എന്ന് പറയുവാൻ ഞാൻ സംയോജിക്കുക. ഞാൻ വിശ്വാസിയെ കിടക്കുന്നില്ല. ഈ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചു വരാൻ പോവുകയാണ്. കൊട്ടാരക്കര എല്ലാ കാലത്തും ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന നിയോജകമണ്ഡലമാണ്. ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ള പലതവണ UDFന്റെ പ്രതിയായി വിജയിച്ചു പോയ മണ്ഡലമാണ്. എന്നാൽ മണ്ഡലത്തിലേറ്റ കുറച്ചിലുകൾ വന്നുകയും മണ്ഡലം മാറുകയും പിന്നീട് വന്ന പല തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പരാജയപ്പെടേണ്ടി വന്നു. എന്നാൽ ഇന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കോൺഗ്രസിന്റെ ബഹുജനാധിപത്യം വർദ്ധിച്ചിരിക്കുന്നു, ഐക്യജനാധിപത്യത്തിന്റെ ബഹുജനാധിപത്യം വർദ്ധിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ തീരുമാനം കൊട്ടാരക്കരയിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഒരു സൂചനയായി കൊട്ടാരക്കരയും ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചനയായി ഇന്നത്തെ ഈ സ്വീകരണ സമ്മേളനം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിധി നിർണായകമാണ്. ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കഠിനാധ്വാനം ചെയ്ത് ജനങ്ങളെ നമ്മളോടൊപ്പം അണിനിരത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇടതുപക്ഷ ജനാധിപത്യത്തിനും BJPയും പ്രചരണങ്ങൾ നടത്തുകയും അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ ഏതു വിധേനയും നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും.
പക്ഷേ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും, ഏതൊക്കെ തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയാലും ഈ സംസ്ഥാനത്ത് ജനങ്ങൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് 2026 ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, കൊട്ടാരക്കരയുടെ വികസനത്തെ കുറിച്ച് സംവാദം, നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനം, അതോടൊപ്പം തന്നെ UDF അധികാരത്തിരുന്നപ്പോഴും ശ്രീമതി ഐഷ പോറ്റി MLA ആയിരുന്നപ്പോഴും അവിടെ നേതൃത്വം വികസന പ്രവർത്തനങ്ങളും, 5 വർഷം ഇവിടെ LDF-ന്റെ ഒരു മന്ത്രി നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംവാദത്തിന് നമ്മൾ തയ്യാറാണ്. കൊട്ടാരക്കരയുടെ വികസനം, കൊട്ടാരക്കരയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കും കാരണം UDF-ഉം അതോടൊപ്പം നമ്മുടെ ജനപ്രതിനിധികളുമാണ്. എന്നാൽ ഇവിടെ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ കൊട്ടാരക്കരക്കാർ തന്നിരിക്കുന്നത് എന്താണ്? ഹെലിപ്പാഡ് ആണ് കൊട്ടാരക്കരയിൽ തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട, നമുക്ക് തന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റ് വാഗ്ദാനം. നമ്മുടെ ബോയ്സ് ഹൈസ്കൂള് ഹെലിപ്പാഡ്, ഇവിടെ വരുന്ന എല്ലാ ഹെലികോപ്റ്ററും ഇറങ്ങുന്നത് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ്. അടുത്ത കാലത്ത് പ്രിയങ്ക ഗാന്ധി വന്നിറങ്ങിയതും ഈ ഇവിടെയാണ്, ബോയ്സ് ഹൈസ്കൂളിലാണ്. രാജ്നാഥ് സിംഗ് വന്നതും ഇവിടെയാണ്. ഇത്രയും വിശാലമായ ഒരു ഹെലിപ്പാഡ് ഗ്രൗണ്ട് ഇവിടെ ഉള്ളപ്പോൾ കൊട്ടാരക്കരയ്ക്ക് വേറെ എന്തിനാണ് ഹെലിപ്പാഡ്? അതുപോലെ നിന്ന് നമ്മുടെ വയറ് വെക്കും. അല്ലെ, കൊട്ടാരക്കര ഹെലിപ്പാഡിൽ ആരാ വന്നിറങ്ങുന്നത്? ഇവിടുത്തെ പാവപ്പെട്ടവരാണോ? നിങ്ങളാണോ? ഇവിടെ ഇരിക്കുന്നവരാണോ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നത്? ഇത് കൊട്ടാരക്കരക്കാരെ അവമാനിക്കുന്നതിന് തുല്യമല്ലേ? കൊട്ടാരക്കര ഹെലിപ്പാഡ് വരാം. ഹെലിപ്പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവമാനിക്കുന്നത് തുല്യമല്ലേ? ആർക്ക് വേണ്ടിയാണ് ഹെലിപ്പാഡ്? ഇവിടെ അത്യാവശ്യം ഹെലികോപ്റ്റർ ഇറങ്ങണമെങ്കിൽ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ആർക്ക് വേണ്ടിയാണ്? ഇവിടുത്തെ സമ്പന്നന്മാർക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ കോടീശ്വരന്മാർക്ക് വേണ്ടി ഹെലിപ്പാഡ് ഉണ്ടാക്കുക. അതാണോ കൊട്ടാരക്കരയുടെ വികസനം? ബഹുമാനേശ്വരി ഐഷ പോറ്റി തുടങ്ങി വെച്ച, അവരുടെ MLA ആയിരിക്കുമ്പോൾ ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പൂർത്തിയായിട്ടുണ്ടോ? ഏത് വികസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് 5 വർഷക്കാലത്തിനിടയിൽ? പറയട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഏതെങ്കിലും ഒന്ന് ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടോ? KSRTC നന്നാക്കാൻ പോകുന്നു പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉപയോഗിച്ചൊരു ഒരു രൂപരേഖ ഉണ്ടാക്കി വാട്സപ്പിലിട്ടു, അല്ലെങ്കിൽ അത് എല്ലാ ഗ്രൂപ്പിലിട്ടേക്ക്. നമ്മുടെ മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ KSRTC അവസ്ഥ എന്താണ്? കൊട്ടാര ഗതാഗത കുരുക്കിന്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ പറഞ്ഞു പോയാൽ 5 വർഷക്കാലം കൊണ്ട് കൊട്ടാരക്കരയിൽ ഒരു വികസനം ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടുഘോഷി ഇവിടെ കൊണ്ടുവന്ന പുലമൺ തോടിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയനെ കൊട്ടാരക്കരയിൽ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തി. ആ പുലമൺ തോടിന്റെ അവസ്ഥ എന്താണ്? എത്ര കോടി രൂപയുടെ പരിപാടി? 5 കോടി രൂപയുടെ പുലമൺ തോട് വികസനം കൊണ്ടുവന്നു. 5 കോടി രൂപ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. പുലമൺ തോടിന് ഒന്നും സംഭവിച്ചില്ല. അത് പഴയതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയിലാണ്. ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി ഇവിടെ കൊണ്ടുവരും. ഇപ്പോഴും വന്നിട്ട് മുഖ്യമന്ത്രി പോയി. എന്താണ്? വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്നൊരു പദ്ധതിയുമായി മുഖ്യമന്ത്രി വന്നു പോയി. എന്താണ് അത്? ഈ നാടിനുള്ള പ്രയോജനം, നാട്ടുകാർക്ക് എന്ത് പ്രയോജനം? അതിന്റെ ഈ വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്നത് അത് എന്ത് ഗുണമാണ് നാട്ടിലുള്ളത്? അതുകൊണ്ട് ഞാൻ വിശാംശം കണക്ക് 5 വർഷം കൊട്ടാരക്കരയുടെ വികസനം മുരടിപ്പ് മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. റോഡുകള് 2 മാസം ഇപ്പൊ എന്താണ് ഈ ബഡ്ജറ്റ് പ്രതിപക്ഷ പറഞ്ഞല്ലോ, ഇന്നലെ നിയമസഭ അവതരിപ്പിച്ച ബഡ്ജറ്റിന് 2 മാസത്തെ കാലാവധിയേ ഉള്ളൂ.
ഈ 2 മാസം കൊണ്ട് 5 കോടി 10 കോടി 100 കോടി 150 കോടി 200 കോടിയൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ നടപ്പാക്കുക? ഈ ബഡ്ജറ്റിൽ 2 മാസത്തെ കാലാവധിയേ ഉള്ളൂ. 2 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ ഗവൺമെന്റ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. അങ്ങനെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ UDF ഗവൺമെന്റിലെ ധനകാര്യമന്ത്രി 2026-27 വർഷത്തേക്കുള്ള ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ ഈ ബഡ്ജറ്റ് ചാപിള്ളയായി മാറുമെന്നുള്ളതാണ് വസ്തുത. ബുദ്ധിയുള്ളവർ ആലോചിച്ച് നോക്കി. 2 മാസത്തേക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ കോടികൾ പ്രഖ്യാപിച്ചാൽ ഈ കോടികൾ എങ്ങനെയാണ് ചെലവാക്കുക? 2 മാസം കൊണ്ട് കൊട്ടാരക്കര ഹെലിപ്പാഡ് നിർമ്മിക്കാൻ പറ്റുമോ? കൊട്ടാരക്കരയിൽ എന്താണ് ഡ്രോൺ പാർക്ക് വരുമോ 2 മാസം കൊണ്ട്? ഈ 2 മാസത്തേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റിൽ വാരിക്കോരി പറഞ്ഞിരിക്കുകയാണ് ആശാവർക്കർമാർക്ക് 1000, ഒരു ചെലവുമില്ലല്ലോ, പറയുന്നതിന് ഒരു കുഴപ്പമില്ല. എന്താ എല്ലാവർക്കും 1000, 500, 100 പ്രഖ്യാപിച്ചിരിക്കുക. ഇതെല്ലാം കൊടുക്കേണ്ടത് ആരാണ്? അടുത്തു വരുന്ന സർക്കാരാണ്. അടുത്തു വരുന്ന സർക്കാർ ആരാ? UDFന്റെ ഗവൺമെന്റാണ്. UDFന്റെ ധനകാര്യമന്ത്രിയാണ് ഇതെല്ലാം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന് 2 മാസം മാത്രമേ പ്രായമുള്ളൂ. 2 മാസത്തേക്ക് വേണ്ടി മാത്രം അവതരിപ്പിച്ച ഒരു ഇടക്കാല ബഡ്ജറ്റാണ്. അത് കഴിഞ്ഞാൽ 2026 ഞാൻ പറഞ്ഞല്ലോ, മാർച്ച് ഏപ്രിൽ മാസത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെന്റാണ് 2026-27 വർഷ സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റ് സ്വയമായി ഇല്ലാതാകും. ഈ പ്രഖ്യാപനങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് തെങ്ങനാമ്പുഴ പാലം, തെങ്ങാമ്പുഴ പാലം ഈ ഇലക്ഷൻ 2 മാസമാണോ തെങ്ങാമ്പുഴ പാലം പറഞ്ഞത്? ആണോ? അപ്പോ ഇതെല്ലാം തട്ടിപ്പാണ്. ഇതെല്ലാം കൊട്ടാരക്കരക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നതല്ല. പക്ഷേ നടക്കും. എപ്പോഴാ? UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും UDF ഗവൺമെന്റ് നൽകാൻ പോകുന്ന പ്രയോറിറ്റി, മുൻഗണന കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കും. ഞാൻ ദീർഘമായി രാഷ്ട്രീയത്തിൽ കിടക്കുന്ന ശ്രീമതി ഐഷ പോറ്റി വന്നപ്പോൾ വിസ്മയമായി. മറ്റൊരു CPM വനിതാ നേതാവ് സുജാ ചന്ദ്രബാബു, അഞ്ചൽ പഞ്ചായത്തിൽ 2 വട്ടം പ്രസിഡന്റായിരുന്ന സുജാ ചന്ദ്രബാബു എന്ന് പറയുന്ന CPM കാരി മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നു. ഇന്നലെ ചടയമംഗലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന CPIയുടെ നേതാവ് മുസ്തഫ CPI വിട്ട് RSP ചേർന്നിരിക്കുന്നു. CPMന്റെ രാഷ്ട്രീയ സഹയാത്രിയുടെ അസ്കർ RSP ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷം മുന്നണി ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. CPM ആണെങ്കിൽ ജീർണത ബാധിച്ച പാർട്ടിയായി മാറിയിരിക്കുന്നു. സജി ചെറിയാന്റെയും AK ബാലന്റെയും പ്രസ്താവനകൾ, അടുത്ത കാലത്തുണ്ടായ പ്രസ്താവനകൾ കണ്ട് നമ്മൾ നോക്കൂ. മാർക്സിസ്റ്റ് പാർട്ടി എവിടെ നിൽക്കുന്നു? മാർക്സിസ്റ്റ് സഖാക്കൾ എവിടെയാണ് ചിന്തിക്കുന്നത്? അവരുടെ മനസ്സിലും ശരീരത്തിലും ഇരിക്കുന്ന വർഗീയത ഓരോന്നോരോന്നായി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ഇതെല്ലാം പിണറായി വിജയന്റെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടിയാണ് ഇതെല്ലാം പറയുന്നത്. കാസർഗോട്ടെയും മലപ്പുറത്തെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ചവരുടെ പേര് വായിച്ചു നോക്കാനാണ് സജി ചെറിയാൻ പറയുന്നത്. എന്താ അയാൾക്ക് വായിക്കാൻ അറിയത്തില്ലയോ? അതോടൊപ്പം തന്നെ മന്ത്രി ബാലൻ പറഞ്ഞതാണ്, UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. CPM ജീർണത ബാധിച്ച പാർട്ടിയാണ്. അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ ഐഷ പോറ്റിയെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതിരുന്ന, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശാസന ഏൽക്കേണ്ടി വന്ന ഒരു ജനപ്രതിയായിരുന്നു ഐഷ പോറ്റി. അവര് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിനോട് ചേർന്നാണ് താമസിക്കുന്നത്. അവര് തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. അവര് മറ്റൊന്നും ധരിച്ചില്ല. എന്താണ്? സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതിന്റെ പേരിൽ പിണറായി വിജയനടക്കമുള്ള മാർക്സിസ്റ്റ് സഹാക്കന്മാർ അവരെ വല്ലാതെ വേട്ടയാണ്. അതോടൊപ്പം തന്നെ 3 പ്രാവശ്യം MLA അവർക്ക്
അർഹതപ്പെട്ട പരിഗണന നൽകിയോ? ആദ്യത്തെ പ്രാവശ്യം ജയിച്ചിരുന്ന ബാലഗോപാലിനെ നിങ്ങൾ ധനകാര്യമന്ത്രിയാക്കിയില്ലേ? ആദ്യത്തെ പ്രാവശ്യം ജയിച്ച എത്ര പേര്? മുഹമ്മദ് റിയാസിനെ, മുഖ്യമന്ത്രിയുടെ മരുമകനെ നിങ്ങൾ മന്ത്രിയാക്കിയില്ലേ? പൊതുമരാമത്ത് മന്ത്രിയാക്കിയില്ലേ? രാജീവിനെ നിങ്ങൾ മന്ത്രിയാക്കിയില്ലേ? 3 പ്രാവശ്യം ചരിത്ര ഭൂരിപക്ഷം നേടി കേരള രാഷ്ട്രീയത്തിൽ അധികായകനായ ആർ ബാലകൃഷ്ണപിള്ളയെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള നിയമസഭയിൽ ചെന്ന ശ്രീമതി ഐഷ പോറ്റിക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു മന്ത്രിസ്ഥാനമോ സ്പീക്കർ സ്ഥാനമോ നിങ്ങൾക്ക് എന്തുകൊണ്ട് നൽകാൻ കഴിഞ്ഞില്ല? അവരതിന് അർഹതയല്ലേ? 3 വട്ടം തുടർച്ചയായി ജയിച്ചു തന്ന അവരെ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവരെ വർഗവഞ്ചക എന്നല്ലേ ഇപ്പോൾ വിളിക്കും. നിങ്ങൾ അവര് വർഗവഞ്ചകയാണോ? MLA ആയിരുന്ന 3 വട്ടവും CPM-ൽ തന്നെ നിന്നു. അവരുടെ അവസരങ്ങൾ നിഷേധിച്ചു. മന്ത്രിയാക്കിയില്ല, സ്പീക്കറാക്കിയില്ല, മറ്റൊരു പദവിയും നൽകിയില്ല. അപ്പോഴും അവർ CPM-ൽ നിന്നു. അതിനുശേഷം അവരെ കറിവേപ്പല എടുത്ത് കളയുന്നത് പോലെ എടുത്തു കളഞ്ഞു പാർട്ടിയിൽ നിന്ന്. എന്ന് വെച്ചാൽ അർഹതപ്പെട്ട പാർട്ടിയിൽ ഒരു സ്ഥാനം പോലും നൽകാതെ അവരെ കൂച്ചുവിലങ്ങിട്ട് വീട്ടിലിരുത്തി. അവർ MLA ആയിരുന്നപ്പോൾ കാല് മാറിയോ? അവർ MLA ആയിരുന്നപ്പോൾ പാർട്ടി മാറിയോ? അവർ MLA ആയിരുന്നപ്പോൾ CPM-നെ തള്ളിപ്പറഞ്ഞോ? അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ CPM-നെതിരായി പ്രവർത്തിച്ചോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് അവരെ വേണ്ടെന്ന് പറഞ്ഞപ്പോഴാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഐഷ പോറ്റി ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കൊട്ടാരക്കരയിലെ ജനങ്ങളാണ് അവരോട് ആവശ്യപ്പെട്ടത്. മാഡം, നിങ്ങൾ ഈ നാടിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി നിങ്ങൾ നിലകൊണ്ടു. ഒരു MLA-യുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെട്ട നിങ്ങൾ ഈ നാടിന്റെ MLA ആയിരുന്നപ്പോഴാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ വീട്ടിലിരിക്കാൻ പാടില്ല. നിങ്ങൾ സജീവമാകണം. നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണം. അങ്ങനെ ജനങ്ങളിൽ നിന്നുള്ള ഈ കൊട്ടാരക്കരയിലുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ഭാഗത്തുണ്ടായ സമ്മർദ്ദവും ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരവുമാണ് അവർ വീണ്ടും പൊതുജന രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിന് പറ്റിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അവരതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അവരെ വർഗവഞ്ചക എന്ന് വിളിച്ചു. ശരിയാണോ? ഇടുക്കിയിലെ ദേവികുളത്ത് 3 പ്രാവശ്യം MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ CPM വിട്ട് BJP-യിൽ ചേർന്നപ്പോൾ രാജേന്ദ്രൻ വർഗവഞ്ചകനല്ല. രാജേന്ദ്രനെതിരെ MA ബേബി പ്രസ്താവന ഇറക്കിയോ? MV ഗോവിന്ദൻ രാജേന്ദ്രനെ തെറി പറഞ്ഞോ? ഏതെങ്കിലും CPM നേതാക്കൾ രാജേന്ദ്രനെ വർഗവഞ്ചകൻ എന്ന് വിളിച്ചോ? ഐഷ പോറ്റി മാഡത്തെ എന്തിനാണ് വർഗവഞ്ചകൻ നിങ്ങൾ വിളിച്ചത്? ഐഷ പോറ്റി മാഡത്തെ നിങ്ങൾ എന്തിനാണ് ആക്ഷേപിച്ചത്? നിങ്ങൾക്ക് അവരെ വേണ്ട എന്ന് പറഞ്ഞപ്പോഴല്ലേ, നിങ്ങൾക്ക് ഐഷ പോറ്റിയെ വേണ്ട എന്ന് തീരുമാനമെടുത്ത് അവരിലേക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനം കൊടുത്തില്ല, ഒരു പരിഗണനയും കൊടുക്കാതെ വന്നപ്പോഴല്ലേ ഈ കൊട്ടാരക്കരയിലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അവർ വീണ്ടും രംഗത്ത് വന്നത്. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുത്തു. ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നതാണ് നല്ലതെന്ന് അവർ തീരുമാനിച്ചു, പാർട്ടിയിൽ വന്നു. പക്ഷേ നിങ്ങൾ ഐഷ പോറ്റിയെ ഭയക്കുന്നു. നിങ്ങൾ ഐഷ പോറ്റി ഭയക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് ജനങ്ങളുടെയുള്ള സ്വീകാര്യത, അവരുടെ പ്രവർത്തനം സുതാര്യമായ പ്രവർത്തനം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ MLA നിലയിൽ തീർത്തും സുതാര്യമായ പ്രവർത്തനം, അഴിമതിരഹിതമായ പ്രവർത്തനം, ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പ്രവർത്തനം. ഈ കൊട്ടാരക്കരയുടെ സമഗ്രമായ വികസനത്തിന് 15 വർഷക്കാലം അവർ നടത്തിയ കഠിനാധ്വാനം ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അവർ വീണ്ടും ഈ മണ്ഡലത്തിൽ സജീവമാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അവർ അതിന് തയ്യാറായത്. കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞ CPM ഇപ്പോൾ അവരെ ആക്ഷേപിക്കുന്നു, അവരെ അധിക്ഷേപിക്കുന്നു, അവർക്ക് എതിരായി മോശമായ പ്രചരണങ്ങൾ നടത്തുകയാണ്.
നിങ്ങളത് അവസാനിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. അവരുടെ ബോർഡ് വെച്ചാൽ നിങ്ങൾ ചവിട്ടിക്കീറുന്ന, അവരുടെ പോസ്റ്റ് ഒട്ടിച്ചാൽ വലിച്ചു കീറുന്ന, അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അതിന് തക്ക തിരിച്ചടി ലഭിക്കും എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കും. ഞങ്ങൾ അതിനൊന്നും തിരിച്ച് നിങ്ങളുടെ 10 ബോർഡ് ചവിട്ടി പൊളിക്കാനോ നിങ്ങളുടെ 10 പോസ്റ്റ് കീറാനോ ഒന്നും ഞങ്ങൾ വരില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നിങ്ങൾക്ക് ഫലം ഇവിടുത്തെ ജനങ്ങൾ തരും. ഞങ്ങൾ ജനങ്ങൾക്ക് വിടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശ്രീമതി ഐഷ പോറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നു. അവർ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തത് AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൽ നിന്നാണ്. KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ, പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ, രമേശ് ചന്ദ്രന്റെ സാന്നിധ്യത്തിലാണ് KPC പ്രസിഡന്റ് അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് അവർക്ക് മെമ്പർഷിപ്പ് നൽകിയത്. അന്നു മുതൽ ഇന്നേ വരെയും ഐഷ പോറ്റിമാർ തിരക്കോട് തിരക്കാണ്. കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ അവരെ നിലത്ത് നിർത്തുന്നില്ല. പരിപാടികളോട് പരിപാടികൾ എല്ലായിടത്തും അവരെ ആവശ്യപ്പെടുന്നു. അവരുടെ സാന്നിധ്യം ആവശ്യപ്പെടുക. എറണാകുളത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജയിച്ച ജനപ്രതിനിധികളുടെ മഹാപഞ്ചായത്ത് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്നപ്പോൾ കോൺഗ്രസിന്റെ ആരാധ്യനായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത വേദിയിൽ ശ്രീമതി ഐഷ പോറ്റിക്ക് ഇരിപ്പിടം ലഭിച്ചുവെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുവാൻ, രാഹുൽ ഗാന്ധിയുമായി അടുത്ത് വന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയെങ്കിൽ ഐഷ പോറ്റിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറിവേപ്പല പോലെ എടുത്ത് കളയുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി അവരോട് കാണിച്ച, CPM അവരോട് കാണിച്ച അത്തരത്തിലുള്ള നടപടികളൊന്നും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ശ്രീമതി ഐഷ പോറ്റി കോൺഗ്രസിന് നേതാവ് നിലയിൽ അവർക്ക് പാർട്ടിയിൽ ചേർന്ന അന്ന് മുതൽ ഇന്ന് വരെ അർഹമായ പരിഗണനയും അവസരങ്ങളും നൽകി മുന്നോട്ട് പോവുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം നൽകി, DCC സ്വീകരണം നൽകി. പക്ഷേ അത് മാത്രം പോരാ. ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിച്ചത് കൊട്ടാരക്കരയിലെ വൻപിച്ച ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഈ ശ്രീമതി ഐഷ പോറ്റിക്ക് വരവേൽപ്പ് നൽകണം, സ്വീകരണം നൽകണം എന്ന കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹം അനുസരിച്ചാണ് ഇന്ന് ഐഷ പോറ്റിക്ക് ഇവിടെ സ്വീകരണം നൽകിയത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ ഒഴുകുകയായിരുന്നില്ലേ? കോൺഗ്രസിന്റെ സംഘടനാ ശക്തി ഈ കൊട്ടാരക്കര മണ്ഡലത്തിൽ എത്രത്തോളം ആണ് എന്ന് തെളിയിക്കുന്നല്ലേ? കോൺഗ്രസ് മാത്രമുള്ള റാലിയ, അല്ലാതെ CPM-ഉം CPI-യും കേരള കോൺഗ്രസും ചേർന്ന റാലി അല്ല. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ബഹുജന അടിത്തറ സംഘടനാ ശക്തി, കോൺഗ്രസിന്റെ ഈ നിയോജകമണ്ഡലത്തിലെ ബഹുജന അടിത്തറ, അത് ബോധ്യമാകുന്ന ഒരു റാലിയും സമ്മേളനമല്ലേ ഇവിടെ ചേർന്നത്? CPM-ന് കഴിയുമോ? CPI-ക്ക് കഴിയുമോ? കേരള കോൺഗ്രസിന് കഴിയുമോ? നിങ്ങൾ 3 പേരും കൂടെ ചേർന്നല്ലേ നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ശക്തിയുണ്ടോ? കഴിവുണ്ടോ? അതിനുള്ള സംഘടനാ ശേഷി നിങ്ങൾക്കുണ്ടോ? അതാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഈ നിയോജകമണ്ഡലത്തിൽ അതിശക്തമായ ബഹുജന അടിത്തറയുള്ള പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. ഐഷ പോറ്റി മാഡം മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിലേക്ക് വന്നിരിക്കുന്ന പാർട്ടി ഈ കൊട്ടാരക്കരയിൽ ശക്തമായ ബഹുജന അടിത്തറയുള്ള പ്രസ്ഥാനമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ശ്രീമതി ഐഷ പോറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നതിന് പേരിൽ അവർക്കൊരു ബുദ്ധിമുട്ടും യാതൊരു തരത്തിലുള്ള വിഷമോ ഉണ്ടാകാത്ത രീതിയിൽ തന്നെ പാർട്ടി അവരെ എല്ലാ അർത്ഥത്തിലും പരിഗണിച്ച് മുന്നോട്ട് പോകും എന്ന് ഒരിക്കൽ കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ബഹുജനങ്ങളാകമാനം ആവേശകരമായ സ്വീകരണമാണ് അവർക്ക് നൽകിയത്. അവർ രാഷ്ട്രീയത്തിൽ സജീവമാകണം, പൊതുരംഗത്ത് ഇനി സജീവമായി നാടിനു വേണ്ടി, കൊട്ടാരക്കരയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനസഞ്ചയമാണ് അവരുടെ സ്വീകരണത്തിൽ. ഈ ആവേശകരമായ അവരുടെ ഈ റാലിയെ വരവേൽക്കുവാൻ, അവരുടെ
തുറന്ന ജീപ്പിൽ കടന്നു വന്നപ്പോൾ അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് റോഡിന് ഇരുവശത്ത് നിന്നുകൊണ്ട് അമ്മമാരും സഹോദരിമാരും അടക്കമുള്ള എല്ലാവരും അവരെ അഭിവാദ്യം ചെയ്തുവെങ്കിൽ തീർച്ചയായും അവരെടുത്ത തീരുമാനം, അവരെടുത്ത രാഷ്ട്രീയമായ തീരുമാനം ശരിയാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾ ഉറക്കെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾ അതിനെ ശരിവച്ചിരിക്കുന്നു. അതാണ് ഇന്ന് നടന്ന ഈ സ്വീകരണ സമ്മേളനത്തെ പ്രത്യേകത. ഒരിക്കൽ കൂടി ശ്രീമതി ഐഷ പോറ്റിക്ക് എല്ലാവിധമായ ആശംസകളും ഭാവങ്ങളും അർപ്പിക്കുന്നു. ഈ കൊട്ടാരക്കര എഴുകോൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, കൊട്ടാരക്കര എഴുകോൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച ഈ അത്യുജ്വലമായ സമ്മേളനം, ഈ സമ്മേളനത്തിൽ ഇതിന്റെ പിന്നിൽ ഇതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയ 2 ബ്ലോക്ക് പ്രസിഡന്റുമാര്, DCC ഭാരവാഹികൾ, മറ്റ് നേതാക്കന്മാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.